സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജനുവരി 23-നാണ്. 1897 ജനുവരി 23-ന്. അദ്ദേഹം മരണപ്പെട്ടത് 1945 ഓഗസ്റ്റ് 18-നാണ്. 1945 ഓഗസ്റ്റ് 18-നാണ് സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടത്. സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ച സ്ഥലം സിംഗപ്പൂരാണ്. അപ്പോൾ സിംഗപ്പൂരിലാണ് സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ച സ്ഥലം. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ച സ്ഥലം കട്ടക്കാണ്. ഒറീസയിലെ കട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് CR ദാസ്. CR ദാസാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ ഗുരു. ബ്രിട്ടൻ്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന പ്രസ്താവന ഏത് നേതാവിൻ്റേതാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റേതാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ പ്രസ്താവനയാണ് ബ്രിട്ടൻ്റെ കഷ്ടകാലം ഇന്ത്യയുടെ അവസരം എന്ന് പറയുന്നത്. 1943 ഇന്ത്യൻ നാഷണൽ ആർമി അതായത് INA രൂപവൽക്കരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ്. ഇതെവിടെ വെച്ചാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ സിംഗപ്പൂർ വെച്ചിട്ടാണ്. അപ്പോൾ സിംഗപ്പൂർ വെച്ചിട്ട് 1943 ഇന്ത്യൻ നാഷണൽ ആർമി അതായത് INA രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 1945 INA ഭടന്മാരുടെ വിചാരണ നടന്നത് എവിടെയാണ്? ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ്. അപ്പം ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ് 1945 INA ഭടന്മാരുടെ വിചാരണ നടന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാണ്? 1938 ഹരിപുര സമ്മേളനത്തിലാണ്. 1938 ഹരിപുര സമ്മേളനത്തിലാണ് സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായിട്ട് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം ഏത് വർഷമായിരുന്നു? 1945 1945 സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണിത്? സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടതെന്നാണ്? 1939-ലാണ്. 1939-ലാണ് സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് വിട്ടത്. 1939 കോൺഗ്രസിൻ്റെ ത്രിപുര സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് ആരെയാണ്? പട്ടാഭി സീതാരാമയ്യനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ 1939 കോൺഗ്രസിൻ്റെ ത്രിപുര സമ്മേളനത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പട്ടാഭി സീതാരാമയ്യനെയാണ്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളമാണ് ഇന്ത്യൻ നാഷണൽ ആർമി അതായത് INA. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പട്ടാളമാണ് INA അതായത് ഇന്ത്യൻ നാഷണൽ ആർമി. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് രാഷ്ട്രപിതാവ് എന്നാണ്. അപ്പോൾ രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഹിമാചൽ പ്രദേശിലെ ഡൽഹൌസിയിൽ 7 മാസം താമസിച്ച് ചികിത്സ നടത്തിയതിൻ്റെ ഫലമായിട്ട് ക്ഷയരോഗത്തിൽ നിന്ന് മോചനം നേടിയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഹിമാചൽ പ്രദേശിലാണ് ഡൽഹൌസി. അവിടെ 7 മാസം താമസിച്ചിട്ട് ചികിത്സ നടത്തിയതിൻ്റെ ഫലമായിട്ട് ക്ഷയരോഗത്തിൽ നിന്ന് മോചനം നേടിയ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. ബെർലിനിൽ 1941 ഫ്രീ ഇന്ത്യ സെൻറ്റർ എന്ന സംഘടന സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ബെർലിനിൽ 1941 ഫ്രീ ഇന്ത്യ സെൻറ്റർ എന്ന സംഘടന സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് സ്വാമി വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ദണ്ഡി മാർച്ചിനെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മാർച്ചിനോട് താരതമ്യപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ ദണ്ഡി മാർച്ചിനെ നെപ്പോളിയൻ്റെ എൽബയിൽ നിന്ന് പാരീസിലേക്കുള്ള മാർച്ചിനോട് താരതമ്യപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസാണ്. പാട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ആരുടെ ബഹുമാനാർത്ഥം നാമകരണം ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് പാട്യാലയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത് നാമകരണം ചെയ്തിരിക്കുന്നത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി സംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായിട്ട് സംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസാണ്.
ആരെയാണ് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്? സുഭാഷ് ചന്ദ്രബോസിനെയാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെയാണ് ഗാന്ധിജി ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് സുഭാഷ് ചന്ദ്രബോസ്. 1939 ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് പ്രസിഡന്റായത് സുഭാഷ് ചന്ദ്രബോസാണ്. 1939 ഗാന്ധിജിയുടെ നോമിനിയായിരുന്ന പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റായത് സുഭാഷ് ചന്ദ്രബോസാണ്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത കാരണം 1939 കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായിട്ടുള്ള അഭിപ്രായ ഭിന്നത കാരണം 1939 തന്നെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. എമിലി ഷെങ്കൽ എന്ന വിദേശ വനിതയെ വിവാഹം കഴിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ എമിലി ഷെങ്കൽ എന്ന വിദേശ വനിതയെ വിവാഹം ചെയ്ത ഇന്ത്യൻ നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മകളാണ് അനിത ബോസ്. അനിത ബോസ് എന്ന് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ മകളാണ്. ആരുടെ ജന്മദിനമാണ് ദേശപ്രേം ദിനമായി ആചരിക്കുന്നത്? അത് ജനുവരി 23 ദേശപ്രേം ദിനമായിട്ട് ആചരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമായ ജനുവരി 23 നമ്മൾ ദേശപ്രേം ദിനമായിട്ട് ആചരിക്കുന്നു. കൊൽക്കത്ത വിമാനത്താവളത്തിന് ഏത് സ്വാതന്ത്ര്യ സമര സേനാനീൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിലാണ് കൊൽക്കത്ത വിമാനത്താവളത്തിന് പേര് നൽകിയിരിക്കുന്നത്. ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്ന അപൂർണമായ ആത്മകഥയും ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം ഇത് രചിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്ന അപൂർണമായ ആത്മകഥയും ഇന്ത്യൻ സ്ട്രഗിൾ ഈ പുസ്തകങ്ങൾ രചിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റികളാണ് ഗോഖ്ല കമ്മിറ്റി, ഷാനവാസ് കമ്മിറ്റി, MK മുഖർജി കമ്മിറ്റി. അപ്പം ഗോഖ്ല കമ്മിറ്റി, ഷാനവാസ് കമ്മിറ്റി, MK മുഖർജി കമ്മിറ്റി ഈ കമ്മിറ്റികളൊക്കെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റികളാണ്. അപ്പോൾ ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്ന് പറയുന്ന അപൂർണമായ ആത്മകഥയും ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകവും രചിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മിറ്റികളാണ് ഗോഖ്ല കമ്മിറ്റി, ഷാനവാസ് കമ്മിറ്റി, MK മുഖർജി കമ്മിറ്റി എന്നിവ. ഏത് നേതാവിൻ്റെ ആഗ്രഹത്തെ മാനിച്ചാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഗ്രഹത്തിനെ മാനിച്ചിട്ടാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആഗ്രഹത്തെ മാനിച്ചാണ് സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഏത് നേതാവിന് മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ച ഭാരതരത്നമാണ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ബന്ധുക്കളുടെയും ആരാധകരുടെയും എതിർപ്പ് മൂലം ഇന്ത്യ ഗവൺമെൻറ്റിന് പിൻവലിക്കേണ്ടി വന്നത്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ കാണാതാവുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ബന്ധുക്കളുടെയും ആരാധകന്മാരുടെയും എതിർപ്പ് മൂലം ഇന്ത്യ ഗവൺമെൻറ് പിൻവലിച്ചതാണ് അദ്ദേഹത്തിന് കൊടുത്ത മരണാനന്തര ബഹുമതിയായിട്ട് പ്രഖ്യാപിച്ച ഭാരതരത്നം. 1922 നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം, അതായത് നാഷണൽ കലാമിറ്റി എന്ന് വിശേഷിപ്പിച്ച നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ 1922 ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഈ നടപടിയെ ദേശീയ ദുരന്തം, അതായത് നാഷണൽ കലാമിറ്റി എന്ന് വിശേഷിപ്പിച്ച നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. താങ്ക് യു.